അമാൽഫി ഹിയർ. ഒരു ബ്രൈഡൽ മേക്കോർ വീഡിയോ ആണ്. വൈറൽ ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഇന്നത്തെ ബ്രൈഡ്. ഒരു വീഡിയോ കണ്ടാലോ? കണ്ടില്ല, മേലോട്ടിട്ട് പൊറോട്ടയൊക്കെ അടിച്ച് ചായയൊക്കെ അടിപൊളിയായി സെറ്റാക്കി. ഇപ്പം ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, പഠിച്ച് വക്കീലായി പൊറോട്ടയൊക്കെ അടിച്ചിട്ടെന്നുള്ള. ആ ബ്രൈഡാണ്. എനിക്ക് എൻക്വയറി വന്നപ്പോഴേ ഞാൻ പേജ് അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ കണ്ടപ്പോൾ ഞാൻ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ഇൻസ്പയർഡ് ആവുന്ന ഒരു സ്റ്റോറിയാണ് ഈ കുട്ടിയുടേത്. അനശ്വരയാണ് നമ്മുടെ ഇന്നത്തെ ബ്രൈഡ്. അപ്പം ഞാനും അനശ്വരിയും ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവർ രാവിലെ തന്നെ നമുക്ക് കോഫിയൊക്കെ ഇട്ട് തന്നു. നമ്മളൊരു 4:30 തന്നെ സ്റ്റാർട്ട് ചെയ്തു. അനശ്വരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സ്റ്റേക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത വീടാണ് കേട്ടോ അത്. അടിപൊളി വീട്. ഒരിക്കലും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടോ ഒന്നും അനശ്വര ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമ്മൾ ഐബ്രോൻ്റെ നമുക്ക് നോക്കാം. നമ്മളൊരിക്കലും ഭയങ്കര തിക്കിലായിട്ട് ഭയങ്കര ഡാർക്കറായിട്ട് ഐബ്രോ ചെയ്യരുത്. വളരെ നമുക്കൊരു നാച്ചുറൽ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് ഗ്യാപ്പുള്ളത് ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പം നമുക്കിതുപോലെ നാച്ചുറലായിട്ട് തന്നെ ഐബ്രോസ് കിട്ടും. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക. പിന്നെ ഞാനായിട്ടുള്ള വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടാണ് കാണുന്നത്. എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയതെന്ന്. നെക്സ്റ്റ് ടൈം ഞാൻ നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇതുകൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം എനിക്കറിയത്തില്ല, അറിയില്ല ഇത് ഇങ്ങനെ ചെറുതായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ ഫുള്ളായിട്ട് കാണുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബ്രൈഡിനെ കുറിച്ച് പറയാം. ഭയങ്കരമായിട്ട് ലൈഫിൽ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കുട്ടി. എനിക്കൊന്നും ഒരിക്കലും ഇതുപോലെ ആലോചിക്കാൻ പോലും പറ്റത്തില്ല. പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. എനിക്ക് തൊണ്ടയ്ക്കാനും പിടിച്ചു. അവൾക്ക് നല്ല ജലദോഷം തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പുലർച്ചയ്ക്ക് തന്നെ അവളുടെ കസിന് വന്നിട്ട് ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും സ്നേഹമുള്ള കസിൻസും ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ആളൊറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹെയറിലേക്ക് കിടക്കാം. കുറേ കാര്യം ഇങ്ങനെ വെറുതെ പറഞ്ഞല്ലേ, വെറുതെ അല്ല, കാര്യം തന്നെയാണ്. അപ്പം ഹെയർ നമ്മൾ എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമ്മളൊരു ഇതുപോലെ പിന്നിയിട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. 3 ലുക്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ മുല്ലയും തുളസിയും പിന്നെ റോസ് അടിയിലൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 ഫ്ലവേഴ്സാണ് നമ്മൾ 3 ലുക്കിനും കൂടി ആഡ് ചെയ്തിട്ട് ഒരൊറ്റ ഹെയർ സ്റ്റൈലിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് വരുന്നത് കേട്ടോ. ശരിക്കും ഇത് എന്നിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതുപോലെ ഒന്നും മതിയല്ലോ നമുക്കൊക്കെ. അതന്നെ അത്രയും വലിയ ഭാഗ്യമാണ്. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും നമുക്ക് അവരുടെ അമ്മമാരും അല്ലെങ്കിൽ സിസ്റ്റേഴ്സും ഒക്കെയാണ് വാരി കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടില്ല, ഇത്രയും കെയർ ചെയ്തിട്ട് നോക്കുന്ന എനിക്ക് ഞാൻ തന്നെയാണെന്നുള്ള ഡൗട്ടിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. വേറൊന്നുമല്ലോ, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെയേ ആവൂന്ന്. കാരണം എല്ലാവരുടെയും വീഡിയോസും ഫോട്ടോസും കാണുമ്പോൾ ഞാൻ തീർന്നു. എന്നെ മേക്കപ്പ് ചെയ്താലും കൊള്ളൂല്ലോ. പക്ഷെ ഓർണമെന്റ്സ് ഇടാതെ ഇത്രയും എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര സന്തോഷം. ഇനി എന്റെ അമ്മ കണ്ടിരുന്ന ഇതാവൂന്ന് അറിയണം. കാണാം. അതെ, ആശ പറഞ്ഞ അമ്മ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്നെ മേക്കപ്പ് ചെയ്ത് ഇത്രയും കിട്ടുമെന്ന് ഓർത്തിട്ടില്ല. കുഞ്ഞാറ്റ വളവ് ചേച്ചി മേക്കപ്പ് ഇട്ട എങ്ങനെ ഇരിക്കും എന്നുള്ള ചോദ്യമല്ലേ. ആ ചോദ്യം ഇപ്പൊ എനിക്ക് മേക്കപ്പ് ഇട്ട എങ്ങനെ ഇരിക്കും. സൂപ്പർ ചേച്ചി, ഒന്നും പറയാനില്ല, സത്യം പറയാലോ. ഞാൻ എക്സ്പെക്ട് ചെയ്തതിന് മേളിലായത്. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമുക്കിത് കേൾക്കുമ്പോൾ ഉള്ളിൽ എത്രയും കിളികൾ മാറുമല്ലേ. ഓർണമെന്റ് സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞ് ഞാനിത് വാഷ്റൂമിൽ പോയി സെറ്റായി വന്നപ്പോഴാണ് പാട്ടെല്ലാം കേൾക്കുന്നത്. അയ്യോ, ഇത് കണ്ടതോടുകൂടി ഞാനാകെ ഏനായിപ്പോയി. എന്ന് വെച്ചാൽ ഭയങ്കര ഡാൻസ് ആള്. എൻ്റെ പൊന്നെ, എൻ്റെ മേക്കപ്പ് എൻ്റെ ഹെയർ എല്ലാം പോയല്ലോ പഠിച്ചെന്ന് വിചാരിച്ചു. ഈ ഒളിഞ്ഞു നിന്ന് നോക്കി കരയുന്ന ആരാന്നറിയാം, നമ്മുടെ ബ്രൈഡിൻ്റെ അമ്മയാണ്. അവളെ ഭയങ്കര കരച്ചിലായിരുന്നു. കുറേ നേരം കരഞ്ഞു. പിന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. എന്ന് വെച്ചാൽ മക്കൾ ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ എല്ലാ അമ്മമാർക്കും ഉണ്ടാവുന്ന ഒരു ഇമോഷനാണത്. അത് നമുക്ക് അനുഭവിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ, നമുക്കൊരു നല്ല ഫീലല്ല അത്. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ വിളയാട്ടമായിരുന്നു. അവരങ്ങനെ വെച്ച് പോസ് ഇങ്ങനെ വെച്ച് പോസ് എടുപ്പിച്ചു, കുറേ ഫോട്ടോസ് എടുപ്പിച്ച് പുറത്തുനിന്ന് എടുപ്പിച്ചു. പിന്നെ എനിക്കുള്ളത് ബ്രൈഡ്സ് മെയ്ഡ് അവളുടെ ഫ്രണ്ട്സിനെ കുറച്ച് വീഡിയോസ് എടുക്കാറുണ്ടായിരുന്നു. എങ്ങനെയാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടാലോ. നമ്മളെ ബ്രൈഡ് ഇവിടെ ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവര് ഡോറ് തുറന്ന് വരുമ്പോൾ എന്തൊക്കെ പറയാന്ന് നോക്കാൻ വേണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്.
ഇവിടെ ആദ്യമായിട്ട് ഞങ്ങള് മേക്കപ്പ് സെന്ററിൽ നിൽക്കുന്ന ആളെ കണ്ടോ, ആള് പെട്ടെന്ന് സൈലന്റായി, പിന്നെ പോയി കെട്ടിപ്പിടുത്തും ചെറുതായിട്ടൊന്ന് ഇമോഷണലായി കരഞ്ഞു. കാരണം എല്ലാവരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മുടെ ഒരു ഫ്രണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അവർ വെഡ്ഡിങ് ഡ്രസ്സിലുണ്ടാവുമ്പോൾ ചിലർ നമുക്ക് ഉണ്ടാവുന്ന ആസ് യൂഷ്വൽ കരഞ്ഞു പോകും അല്ലേ. ഇതോടുകൂടി കല്യാണത്തിന് പരിപാടി കഴിഞ്ഞു. പിന്നെ എൻ്റെ പരിപാടിയാണ്, ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കാരണം അതിൻ്റെ ലൈറ്റിംഗ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തു. ഇതിൻ്റെ ഷോർട്സ് ഞാൻ അതിന് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതായത് കുറച്ച് ബ്ലഷ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വേറെയും കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്തായാലും വന്ന് മാറ്റിയിരിക്കുകയല്ലേ, കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയതല്ലേ. അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. എല്ലാവരും കയറി നോക്കുക. അതിനുശേഷം ഞാൻ വേഗം കല്യാണം കൂടാൻ പോയി. അവളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സാരി എല്ലാം സെറ്റ് 3 സാരി ഉണ്ടല്ലോ. അപ്പോൾ സെക്കൻഡ് സാരി തേർഡ് സാരി വേഗം ഗ്രീൻ റൂമിൽ നിന്ന് സെറ്റാക്കി നമ്മൾ കല്യാണം കൂടി. നല്ല പാട്ടും എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഗ്രാൻഡ് ആയിരുന്നു കല്യാണം. എന്തായാലും പാട്ട് അവിടെ നിൽക്കട്ടെ, വേഗം സദ്യ കഴിക്കാൻ പോവാം. നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലായിടത്തും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാടും ഇവിടെ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചു. അവളെനിക്ക് ബായ് പറഞ്ഞു, ടാറ്റ ബൈ ബൈ സി. അവൾ ഇറങ്ങുന്നവരെ അവിടെ മഴയില്ലായിരുന്നു കേട്ടോ. രാവിലെ പുലർച്ചയ്ക്ക് മഴ ഉണ്ടായിരുന്നു. പിന്നെ അവൾ ഇറങ്ങിയപ്പോഴാണ് മഴ പെയ്തത്. പിന്നെ അവളുടെ കസിൻസ് എന്നെ റിട്ടേൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി തരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 4 പേരുണ്ടായിരുന്നു, അല്ല 3 പേരുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. അവിടെ എത്തിയതിന് ശേഷം എനിക്ക് ചായയൊക്കെ വാങ്ങി തന്നു. അതിനുശേഷം എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. എൻ്റെ ലെവലാണോ? പക്ഷേ എൻ്റെ ട്രെയിൻ വരുന്നത് നൈറ്റ് 10:30-ക്കാണ്. അവിടെ കോട്ടയത്തെപ്പോൾ 5 മണിയായി. പിന്നെ ഞാൻ കുറേ കറങ്ങി ഒരു സിനിമയൊക്കെ കണ്ടു. പിന്നെ ഇതുപോലെ റോഡിലൂടെ തെണ്ടി നടന്നു. എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ വാങ്ങി കഴിച്ചു. പിന്നെ ഇങ്ങനെ കുറേ നടന്നു കേട്ടോ. പിന്നെ ഒരു 8:30-ഒക്കെ ആയിട്ടാണ് അപ്പോഴാണ് ഞാൻ ഫ്രൂട്ട് ബേൻ്റെ ഒരു ബോർഡ് കണ്ടത്. അപ്പോൾ അവിടെ പോയിട്ട് ഇതും കഴിച്ചു. അതിന് മുന്നേ ഞാൻ എന്തൊക്കെ കഴിച്ചു. പക്ഷേ ഇത് ഞാൻ ഇതുവരെ കഴിക്കാത്ത കേട്ടോ. ഞാൻ ഇൻസ്റ്റയിലൊക്കെ കുറേ റീലും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിച്ചു നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ സംഭവമൊന്നും അല്ല എന്ന് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ വേഗം റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. കാരണം ടൈം ആവാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ബുക്കിംഗ് കൺഫേം അല്ലായിരുന്നു കേട്ടോ. റിസർവേഷൻ കിട്ടിയില്ല. പക്ഷേ ഞാൻ AC അവിടെ പുറത്ത് ഡോറിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ഒരു ഡ്രങ്ക് അഡിക്റ്റ് ആയിട്ടുള്ളൊരു മാമൻ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. അത് അതിലൂടെ ഇങ്ങനെ പോയി ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്നിരുന്നു. ഇത് മറ്റേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റാണ്. ഞാൻ അവിടെ ഇരുന്നു. TT വന്നു, ചേഞ്ച് ചെയ്തു, 2 ടയറിൽ പോയി കിടന്നുറങ്ങി. എന്തൊരു സുഖമായിരുന്നു. തലേന്ന് നൈറ്റ് പോകുന്നതാ. പിന്നെ ആകെ 2 മണിക്കൂർ കിടന്നിട്ടുള്ളൂ. പുലർച്ചയ്ക്ക് 4:30-ക്ക് നീച്ചിട്ടുണ്ട്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ രോദനാണ്. വേഗം വന്നു പുതച്ചങ്ങ്. പിന്നെ പുലർച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു 4:30-ക്ക് ഫറൂഖിൽ ഇറങ്ങി. പിന്നെ അപ്പം ഇത്രയാണ് എൻ്റെ ഇതുള്ള ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രേതം ഞാൻ തന്നെ. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.